ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ചെറുപയറും കൊണ്ട് തയ്യാറാക്കിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇതുപോലെ തന്നെ മുന്നോട്ടും നിങ്ങളുടെ അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് നമ്മുടെ ചെറുപയർ 1 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു വെള്ളം വാർന്ന് നമുക്കൊരു മിക്സി ജാറിലോട്ട് ഈ ഒരു ചെറുപയർ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഞുറുക്കി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളക്, ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചോപ്പ് ചെയ്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ, നന്നായിട്ട് അരങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലോട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അതനുസരിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. നോക്കിക്കോളൂ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുത്താലോ. ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്തതിന് ശേഷം ആവശ്യാനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ ബേസൻ ഫ്ലോർ, അതായത് കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ നെയ്യ് നന്നായിട്ടൊന്ന് പാനിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ അട പരത്തുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊരു കനം കുറച്ചുള്ള രീതിയിൽ നമുക്കൊരു അട പരത്തിയെടുക്കാം. നല്ല സ്ക്വയർ ഷേപ്പിലാണ് ഞാനിത് ആക്കിയെടുക്കുന്നത്, കാരണം നമ്മൾ ബ്രെഡിൻ്റെ മേലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡ്സ് എല്ലാം വെച്ച് സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ആ ഒരു സ്ക്വയർ ഷേപ്പിലോട്ടൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. സ്ക്വയർ ഷേപ്പിലാക്കിയതിന് ശേഷം ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിങ്ങി വന്നതിന് ശേഷം നമുക്കൊരു സ്പാച്ചുല യൂസ് ചെയ്ത് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് പതിക്കി ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം 2 സൈഡ് നന്നായിട്ടൊന്ന് മുരിങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. 2 സൈഡ് നന്നായിട്ടൊന്ന് മുരിയുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തോളൂ. അതിനുശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തോളൂ. അതിനനുസരിച്ച് സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്ത് നമുക്കൊരു ബ്രെഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും അതേ രീതിയിൽ നമ്മൾ ടോസ്റ്റ് ചെയ്ത രീതിയിൽ ടോസ്റ്റ് ആക്കുന്നത് അതേ രീതിയിൽ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തോളൂ കേട്ടോ. ബ്രെഡ് നന്നായിട്ടൊന്ന് മുരിങ്ങി വന്നതിന് ശേഷം ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് താല്പര്യമില്ലെങ്കിൽ നമുക്ക് പിസ്സ സോസ് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അത് ഇത്തിരി എരിവായിരിക്കും. കുട്ടികൾക്കാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആയിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പം ഞാനിവിടെ കുട്ടികൾക്ക് റെഡിയാക്കുന്നതുകൊണ്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അട പോലെ പരത്തി വെച്ച് അത് നമുക്ക് ആ ഒരു ചെറുപയറിൻ്റെ ടോസ്റ്റ് നമുക്ക് അതിൻ്റെ ബ്രെഡിൻ്റെ മേലെ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ സ്പാച്ചുല വെച്ച് നന്നായിട്ട് അമർത്തി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും മറിച്ചിട്ട് നന്നായിട്ട് ആ ഒരു സൈഡും കൂടെ നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഒരു 2 തവണ തിരിച്ചും മറിച്ചും ഇതുപോലെ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ആയതിനു ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒന്ന് സർവ് ചെയ്യാം. വളരെ ടേസ്റ്റി, നല്ലൊരു കളറും നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണ്. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. കുട്ടികൾ ചെറുപയർ കഴിക്കില്ലെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അവർ ധാരാളം കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കൊണ്ട് തയ്യാറാക്കിയ ഒരു അടിപൊളി ഹെൽത്തി ഗ്രീൻ ഗ്രാം ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോസിൻ്റെ ഒപ്പം ഗ്രീൻ ചട്നിയുടെ ഒപ്പം അല്ലെങ്കിൽ വെറുതെ ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ കഴിച്ചാലും അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. ആ ടൊമാറ്റോ സോസും ചീസിൻ്റെ ഒക്കെ സ്വാദ് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒക്കെ മാത്രമല്ല, നമ്മൾ മുതിർന്നവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനും വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.
കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് ഫോളോയും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.